ഹലോ ഗൈസ്, യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ലിയാനും കൂടി ഇന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന്. അപ്പോൾ മറ്റോ രണ്ടുപേരുണ്ട്, അവരെ കൂട്ടിയിട്ടില്ല. വെയിലത്ത് എന്തിനു കൂട്ടി പോവുക? വ്യക്തി കൊരായാലും ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വണ്ടി നോക്കി നോക്കുമ്പോൾ വണ്ടി പെട്രോളില്ല. നേരെ പെട്രോൾ പമ്പിലേക്ക് വിട്ട് അവിടുന്ന് ശേഷം പെട്രോൾ പമ്പിലത്തെ ചേച്ചി പറയുന്നുണ്ട് ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചോന്ന്. എന്തിനാ ഇത്? നമുക്ക് വേണ്ടിയൊരു അടിച്ചാൽ മതിയല്ലോ, പെട്രോൾ പമ്പ് അവിടെ തന്നെ ഉണ്ടല്ലേ. നല്ല പൊരുവയിലത്തുള്ള യാത്ര, അതും ബൈക്ക് മലി. അങ്ങനെ വൈമലി നിർത്തി വെള്ളമൊക്കെ കുടിച്ച്, വെള്ളം കുടിക്കാതെ വയ്യില്ല. വേറൊരു സാധനം വാങ്ങൂല, വെയിലത്ത് വെള്ളത്തിനല്ലാണ്ട് വേറൊന്നും വേണ്ടി ആവശ്യമില്ലേനു. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി ലേശം പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പിന്നെയും പോയി. ഒരു ബസ്സിൻ്റെ പിന്നാലെ തന്നെ കുറേ ടൈം പോയി. പക്ഷേ ബസ് നേരെ പോയിട്ടുണ്ട്, നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം എൻ്റെ വീട്ടിൽ പോയതാണ്. ഇവിടേക്കാൻ കയറി നോക്കുമ്പോൾ ഫ്രിഡ്ജിലേക്കറ്റാൻ കയറിയ പോലെ ഉണ്ട്, നല്ല തണുപ്പ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് നമുക്ക് ബസ്സിനാണ് വരേണ്ടത്. ബസ്സിന് വരുന്നുണ്ടെങ്കിൽ പിന്നെ കടയിൽ കയറാതെ വയ്യില്ലല്ലോ. വണ്ടിക്കാകുമ്പോൾ പിന്നെ എവിടെയും നിർത്തേണ്ട ആവശ്യമില്ല, വെയിലും കൊണ്ടുപോയാൽ വെള്ളം മാത്രം വാങ്ങിക്കൊടുത്താൽ മതി. ഇതിപ്പം തിരിച്ച് വീട്ടിലേക്ക് എത്തണമെങ്കിൽ 4 ബസ് കയറണം. അപ്പോൾ 4 ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ കടണ്ട്, അവിടെ നിന്നൊക്കെ സാധനം വാങ്ങേണ്ടി വരും. സാധനം എന്ന് വെച്ചാൽ അങ്ങനെ വലുതൊന്നും വാങ്ങിപ്പിക്കില്ല. ഈ ഗ്ലാസ്സിനുള്ളിൽ കാണുന്ന സ്നിക്കേഴ്സോ അല്ലെ പോപ്പിൻസോ സെവനപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറുത് മതി. ബസ് നമ്മളെ വെയിറ്റ് ചെയ്ത് അതങ്ങ് പോയി. പിന്നെ കയറിയത് ആനവണ്ടിയിലാണ്. ആദ്യമായിട്ടാട്ടോ ഞാൻ ഈ ബസ് കയറുന്നത്. അവനെന്തോ ഒരു അത്ഭുതം പോലെ ഉണ്ട്. അങ്ങനെ മിഠായിയൊക്കെ ആയിട്ട് ബസ് കയറി തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോൾ രണ്ടുപേരും അവിടെ കാത്തുക്കുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അങ്ങനെ ബർഗർ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയൊക്കെ രണ്ടാളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവൻ്റെ കടി കണ്ടുണ്ട് വിചാരിക്കും ഇവിടുന്ന് പോയാൽ മുതൽ തിരിച്ചു വരുന്നവരൊന്നും കഴിച്ചിട്ടില്ല. അത് വേണ്ടിയിട്ടൊന്നുമല്ല, അവരെ കൂട്ടാതെ പോയിട്ടുണ്ട്, അതിൻ്റെ ഷോ ഓഫാണ്. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്.